മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാളിയെ ഒരുപാട് ചിരിപ്പിച്ച കുതിരവട്ടം പപ്പു ഓർമ്മയായിട്ട് ഇന്ന് 25 വർഷമാവുകയാണ്. അതേ ശൈലിയിൽ ചിരിപ്പിക്കാൻ പിന്നെ ഒരാളും ഉണ്ടായിട്ടില്ല. അഭിനയിച്ച കഥാപാത്രങ്ങളെക്കാൾ സംഭവബഹുലമായിരുന്നു കുതിരവട്ടം എന്ന ചെറിയ ദേശത്തെ പത്മദളാക്ഷൻ എന്ന പപ്പുവിന്റെ അനുഭവങ്ങൾ. ദേശപോഷിണി എന്ന വായനശാല ഒരുക്കിയും അരങ്ങും അണിയറയുമൊക്കെയായിരുന്നു ആ പ്രതിഭയുടെ ആദ്യ തട്ടകങ്ങൾ. അങ്ങനെ പപ്പുവിനെ ഓർക്കുകയാണ് കുതിരവട്ടം. കുതിരവട്ടം ബസാറിന്റെ കേന്ദ്രസ്ഥാനം ഒരു കള്ള് ഷാപ്പായിരുന്നു. ഈ കള്ള് ഷാപ്പിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ ആൾക്കാർ കുടിച്ച് ഏതെങ്കിലും ഒരു തല്ലുംപിടിയോ കച്ചറ ഉണ്ടാവും, കൊത്തിക്കുത്ത് വരെ ഉണ്ടായി എന്നാണ് അവിടെ ഉള്ള കുറേ ചെറുപ്പക്കാർ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണമല്ലോ. അങ്ങനെയാണ് ഒരു വായനശാല എന്നുള്ള കൺസെപ്റ്റ് വരെ ഇവർക്ക് വന്നത്. അങ്ങനെ തുടങ്ങിയതാണ്. പിൽക്കാലത്ത് ആ ചെറിയ കെട്ടിടം കോഴിക്കോട്ടെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രമായി രൂപാന്തരപ്പെട്ടു. മലബാറിന്റെ നാടക പ്രസ്ഥാനത്തിന് ഊടും പാവും നൽകി. തിക്കോടിയൻ, കുഞ്ഞാണ്ടി, ബാലങ്കൻ നായർ, നെല്ലിക്കോട് ഭാസ്കരൻ. ദേശപോഷിണിയുടെ മണ്ണിൽ ചവിട്ടി നാടകത്തിലൂടെയും അഭ്രപാളികളിലൂടെയും പ്രശസ്തിയുടെ കൊടുമുടി കയറിയവരിലെ പ്രമുഖനായിരുന്നു പിൽക്കാലത്ത് കുതിരവട്ടം പപ്പുവായ പത്മദളാക്ഷൻ. നാടകത്തിലെത്തും മുമ്പേ നടനം പത്മദളാക്ഷന് ജീവിതമായിരുന്നു. പപ്പുവിൻ്റെ കൂടുതൽ ഫസ്റ്റിൽ തിരുവാതിര കളിയിലാണ് ഞാൻ ആദ്യം കളിച്ചത്. ഓരോ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ വേഷമിട്ടിട്ട് കളിക്കും. പിന്നെ അവിടുന്ന് അങ്ങനെ പിന്നെ കാർണിവൽ ഷോയിലേക്ക് പോയി. കാർണിവൽ ഷോ പോയിട്ട് അവിടെ ഇതേമാതിരി ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു നാടകം ഉണ്ടാക്കും. എന്നിട്ടൊരു 3 മണിക്കൂർ കളിക്കും തുടർച്ചയായിട്ട്, തീരെ ബോറടിപ്പിക്കാതെ. കുതിരവട്ടത്തെ പരിസരങ്ങളിലെ അടുപ്പക്കാർ പരിചയപ്പെട്ടവർ ഇവരെല്ലാമാണ് പിൽക്കാലത്തെ പപ്പുവിന്റെ കഥാപാത്രങ്ങളെ ഒരർത്ഥത്തിൽ ആറ്റിക്കുറുക്കിയത്. കുറേ കഥാപാത്രമുണ്ട്. പൊടികൃഷ്ണൻ, കുട്ടായി ബസാർ, ചെയ്ത്താൻ ബാസു, ഇങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട്. ബാസുവിൻ്റെ ഡയലോഗാണ്, കയ്യും കാലും നല്ല ബോഡിയാണല്ലേ പപ്പു. സമൂഹത്തിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ്, അതിലുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ഫലപ്രദമായിട്ട് നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. അഭിനയിച്ച ജീവിതത്തെക്കാൾ സംഭവബഹുലമായിരുന്നു പത്മദളാക്ഷന്റെ കുതിരവട്ടം എന്ന ചെറിയ ലോകത്തെ അനുഭവങ്ങൾ. പെട്രോമാക്സ് ലൈറ്റുകൾ സ്റ്റേജിലേക്ക് കൊടുക്കുന്നത് അതിന് ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു. അതിന് ചില ലൈറ്റ് ആൻഡ് ഷെയ്ഡുകൾ, ലൈറ്റ് ഒക്കെ നടന്മാരുടെ മുഖത്തടിക്കുന്നതും അതിൽ പപ്പേട്ടനായിരുന്നു ഈ വിദ്യകളൊക്കെ നന്നായിട്ട് ചെയ്തിരുന്ന ആളെന്ന്. കർട്ടനും ഈ പെട്രോമാക്സും പിന്നെ കർട്ടൻ സെറ്റ്, വലിയ സെറ്റുകളും ഒക്കെ കൂടെ എടുത്ത് വെച്ച് ട്രോളി ഉന്തി കൊണ്ടുപോയിട്ട് അത് ഭംഗിയാക്കി നാടകം കളിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ജോലി ഉണ്ടായിരുന്നത്. കഥാപാത്രങ്ങളെ പോലെ നാട്ടിലും ആ പ്രതിഭ നാട്ടുകാരെ ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ തന്നെ പറഞ്ഞ മാതിരി, നേരത്തെ ഒരു പറഞ്ഞ മാതിരി കുതിരവട്ടം ബസാറിലേക്ക് ഇറങ്ങും. മാനസികാരോഗ്യം താളം തെറ്റിയവരുടെ പ്രധാനപ്പെട്ട ആതുരാലയങ്ങളിലൊന്നാണ് കുതിരവട്ടം. മലയാളിയുടെ ചിരിയുടെ താളമായ മനുഷ്യന്റെ അസാന്നിധ്യം 1/4 നൂറ്റാണ്ടായി ഇന്നാട്ടുകാരുടെ അനാഥത്വവും. വിട പറഞ്ഞെങ്കിലും ആൾക്കൂട്ടത്തിൽ, ബഹളങ്ങളിൽ, കൈലിമുണ്ടും ബനിയനുമൊക്കെയായി കുതിരവട്ടം പപ്പുവിന്റെ കഥാപാത്രങ്ങൾ ഇവിടെയൊക്കെ ജീവിക്കുന്നു. കാലവും സിനിമയുമൊക്കെ എത്രയൊക്കെ മാറിയാലും കുതിരവട്ടം എന്ന ഈ സ്ഥലവും പപ്പുവും മലയാളിയുടെ അരങ്ങിൽ എക്കാലവും ഉണ്ടാകും. ക്യാമറ കെ അഭിലാഷിനൊപ്പം KM ബിജു, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.